ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ബിരിയാണി വെക്കാനായിട്ട്. 1.25 കിലോ ഉണ്ട് കേട്ടോ അത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബിരിയാണി കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ആദ്യം തന്നെ നമുക്കിതൊന്ന് വെള്ളത്തിലിടാം കേട്ടോ. 1 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അരി നമ്മളൊന്ന് കഴുകി 2 പ്രാവശ്യം കഴുകണം കേട്ടോ. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ നമുക്കിത് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് വാലാൻ വെക്കണം കേട്ടോ. റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാനൊന്ന് 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിട്ട് ഇനി നമുക്കിതൊന്ന് നമുക്കിതൊന്ന് വാർക്കണം കേട്ടോ. ഇതിൽ ഇതൊന്ന് വാർക്കാൻ വയ്ക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് പോകണം അതിൽ നിന്ന് കേട്ടോ. നമുക്കൊന്ന് കഴുകി മാറ്റി കേട്ടോ. ബിരിയാണി വയ്ക്കാനായിട്ട് നമുക്ക് ഒരു 3 സബോള എടുത്തിട്ട് നല്ല നൈസായിട്ട് അരിയാം കേട്ടോ. അത് നമുക്ക് വറുത്ത് കോരണം കേട്ടോ. ഇത് നന്നായിട്ട് നൈസായിട്ട് അരിയാം. നമ്മൾ അടുപ്പത്താണ് കേട്ടോ വയ്ക്കണേ. ഉരുളി ചൂടാൻ വെച്ചിട്ട് നമുക്ക് സബോള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഡാൽഡ ഉണ്ടല്ലോ. ഡാൽഡയും പിന്നെ കുറച്ച് നെയ്യും കൂടി കേട്ടോ ഉപയോഗിക്കണം. നമുക്ക് ഈ ഡാൽഡയും നെയ്യും കൂടെ നമുക്കൊന്ന് ഇടാം. കുറച്ച് ഡാൽഡയും ഇട്ടുണ്ട് പിന്നെ നെയ്യും ഇട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിതിൽ സബോള ഒന്ന് വറുത്ത് കോരണം. ഒന്ന് ഉരുകട്ടെ കേട്ടോ. നെയ്യ് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള ഒന്ന് ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവോള ഒന്ന് കോരി മാറ്റാം കേട്ടോ. സവോള കോരി എടുത്തിട്ട് ഇനി നമുക്ക് കശുവണ്ടി മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരാം കേട്ടോ. അതേ നെയ്യിൽ തന്നെ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുന്തിരിയും കശുവണ്ടി കൂടെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ അതിലേക്ക് ഇടാം കേട്ടോ. കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, തക്കോലം, പെരുംജീരകം, ഏലക്കായ ഇതെല്ലാം കൂടെ നമുക്ക് ഇടാം കേട്ടോ. നെയ്യിലേക്ക് ഇടാം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അടുത്തത് ഇടാം കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 പച്ചമുളകും ഒരു വലിയ വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരക്കണം കേട്ടോ. മസാല ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ അരച്ച ഈ ഒരു അരപ്പ് നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ക്യാരറ്റും കൂടെ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഈ അരപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേ നമുക്ക് ഈ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അരി നമ്മൾ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ആ അരിയും കൂടെ നമുക്ക് ഇട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഈ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വാർക്കാൻ വെച്ചേക്കണം നമ്മുടെ അരി ഉണ്ടല്ലോ. അരിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഈ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഈ നെയ്യിലിട്ടൊന്നത് അരി ഒന്ന് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നമുക്ക് കട്ട കെട്ടാതെ കിട്ടും കേട്ടോ. കട്ട പിടിക്കില്ല പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ. ഈ നെയ്യിൽ 2 മിനിറ്റ് ഒന്ന് നമുക്കിത് ഇങ്ങനെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാണ്ടാണ് ആ നെയ്യിലിട്ടാണ് അരി ഒന്നിങ്ങനെ വഴറ്റിയേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ട് വെള്ളം. തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ അത്. നമുക്ക് എത്ര ഗ്ലാസ്സാണോ അരി എടുത്തത് അത് 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്ക് ഇരിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കണം കേട്ടോ.
ഇത്തിരി ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളൊരു ചെറുനാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചെറുനാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് അരി ഇങ്ങനെ കട്ട വെന്ത് കഴിയുമ്പോൾ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ കൂടുതൽ വെക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഉള്ളിലൊക്കെ വെക്കേണ്ടി വരിക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുക്കറിലാണ് വെക്കാറ് കേട്ടോ. കുക്കറിൽ നമുക്ക് ഇത്ര നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ മോൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പോൾ അതിന് കുറച്ച് ആളുകളൊക്കെ കൂടുമ്പോൾ നമുക്കിങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുക്കറിലാകുമ്പോൾ അത്രയ്ക്ക് വലിയ കുക്കറല്ലല്ലോ, 5 ലിറ്ററൊക്കെ നമുക്ക് കൊള്ളുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കുന്നതിന് മുന്നേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഈ വെള്ളം ഒന്ന് തൊട്ട് നോക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത്. ആ പാകത്തിനുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. പിന്നെ വെള്ള കളറാണെങ്കിൽ നമ്മൾ കളറൊന്നും ചേർക്കണ്ട. മഞ്ഞ കളറിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടാറ്, കളറ് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റാണെങ്കിൽ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, വെള്ളമുണ്ടോ കറക്റ്റല്ലേ എന്നൊക്കെ ശരിക്കും നോക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. നമുക്ക് എല്ലാം ഇല്ലേ എന്നൊക്കെ നോക്കുക കേട്ടോ. ഉപ്പൊക്കെ ഇല്ലേ എന്നൊക്കെ നോക്കുക. വെള്ളം കുറച്ചും കൂടെ വറ്റാണ്ട് കേട്ടോ. ഇതും കൂടെ വറ്റി കഴിഞ്ഞിട്ട് അതുവരെ നമുക്കൊന്ന് മൂടിയേക്കാം കേട്ടോ. ഒന്ന് വേവട്ടെ കേട്ടോ നന്നായിട്ട്. വെള്ളമൊക്കെ വറ്റി നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച് മണത്തിന് വേണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പൈനാപ്പിൾ എസൻസാണ്, ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലൊരു മണം കിട്ടും ഇതിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ നമുക്ക് മല്ലിയില പുതിനയില ഒന്ന് ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച കശുവണ്ടിയും മുന്തിരിയും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കണം കേട്ടോ. കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി അവസാനമായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചാണ് നമ്മുടെ സബോളയും കൂടെ ഒന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണങ്ങളൊക്കെ ഒന്ന് ഇതിലിരുന്ന് സെറ്റായിക്കോളും, നല്ല ഒരു മണവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ. നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ലൊരു ചിക്കൻ കറി, ഈ ബിരിയാണിക്ക് പറ്റിയ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചിക്കൻ വറക്കാതെയൊക്കെ ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ബിരിയാണിക്ക് പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കഴിക്കെടുക്കാം കേട്ടോ.